ഹലോ! അങ്ങനെ നമ്മുടെ ഡേ 23 എത്തിയിരിക്കുകയാണ്. അപ്പം എത്ര വെയിറ്റ് കുറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് നെയ്റോസ്റ്റും സാമ്പാറുമായിരുന്നു. ഞാൻ 2 എണ്ണമാണ് എടുത്തത്. പക്ഷേ എനിക്ക് 2 എണ്ണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണമേ കഴിച്ചുള്ളൂ. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ. ചില ദിവസങ്ങളിൽ ഒട്ടും വിശപ്പ് കാണത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വിശക്കുന്നതിനനുസരിച്ച് കഴിക്കാറുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് ഇത്ര കഴിക്കണം അങ്ങനെ ഞാൻ ഒരു നിബന്ധന വെക്കാറില്ല. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇപ്പം ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പം നോൺ വെജ് കഴിക്കുന്നത് ദോഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ചോറിൻ്റെ കറികളൊന്നും എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കിപ്പോൾ പച്ചക്കറി ഞാൻ മടുത്ത് സത്യം പറഞ്ഞാൽ. ഈ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഫുള്ള് കറിയാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊരു കുമ്പിളും കഴിച്ച് കുറച്ച് മ്യൂസ്ലി ഫ്ലേവേർഡ് യോഗേർട്ടിൽ കലക്കി അതും കൂടിയാണ് ഞാൻ കഴിച്ചത്. എനിക്ക് കുഴപ്പമില്ലാണ്ട് എൻ്റെ വിശപ്പ് മാറിയായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു കാപ്പി കുടിച്ചായിരുന്നു. പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ നടക്കാനിറങ്ങി. ഇന്നെനിക്ക് ഫുള്ള് 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം മഴ പെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോൾ ഇരുട്ടിയിട്ടാണ് കൂടുതലും നടക്കുന്നത്. അപ്പം ഇന്നാണ് കുറച്ച് നേരത്തെ നടന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് വെയിൽ കൊണ്ടിട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് തന്നെയല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷൂ മാറി. അത് പോയി. അപ്പോൾ ഇനി പുതിയതൊരെണ്ണം വാങ്ങിക്കണം. അത് തേഞ്ഞ് തീർന്നു കേട്ടോ. നടന്ന് ചെരുപ്പ് തേഞ്ഞെന്ന് പറയത്തില്ല. അതുപോലെ കേട്ടോ അതിൻ്റെ അവസ്ഥ. മോഹൻലാൽ പോലെ ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഞാനത് മാറ്റി. അപ്പോൾ പുതിയതല്ല പഴയത് ഇവിടെ ഉണ്ടായിരുന്നത് ഇട്ടപ്പോഴത്തേന് അതുമായിട്ട് യൂസ് ടു ആവാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴയും കൂടെ പെയ്തു. അപ്പോൾ എനിക്കൊരു 7,500 7,600 7,900 അങ്ങനെയുണ്ട്. 8,000 കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സാരമില്ല. അത്രയെങ്കിലും അത്രയെന്ന് ഓർത്ത് ഞാൻ പിന്നെ നിർത്തി. കാരണം നടന്നല്ലോ. അത് തന്നെ എനിക്ക് വലിയ കാര്യമായി. 8,000 ആകാൻ കുറച്ചും കൂടെ സ്റ്റെപ്സേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് നടപ്പ് നിർത്തി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ വേണ്ടി. പിന്നീട് കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു നാക്കിലേക്ക് നമ്മൾ വരും. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തും DM ചെയ്തും ഒക്കെ പറയുന്നത് നടന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് നടന്ന ശീലമില്ല. എനിക്കും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് നിർത്താണ്ട് നടക്കുമായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ വൈകിട്ട് കുറച്ച് ഫലൂഡയും പിന്നെ കുറച്ച് പാനിപൂരിയും. കാരണം എനിക്ക് ഭയങ്കര കൊതി തോന്നി. അപ്പം പിന്നെ എനിക്ക് വല്ലാണ്ട് ഞാൻ മെലിയുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഫുള്ളായിട്ട് അതിനെയൊന്നും ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല. ഹാഫേ കഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ആഹാര സാധനം എനിക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ആകെ ഞാനിപ്പോൾ ഫുള്ളായിട്ട് കഴിക്കുന്നത് വെച്ചാൽ ബാർബിക്യൂ. കാരണം അതിനകത്ത് ഇച്ചിരി ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ റൊമാലി റൊട്ടി ആണെങ്കിൽ മാക്സിമം കഴിക്കാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചില്ല. കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഡയറ്റിലാണല്ലോ. അപ്പോൾ നമ്മൾ നമുക്ക് വയറ് നിറയുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നാളെ ഡേ 24 കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.